ജുലൈബീബ് റളിയല്ലാഹു അൻഹു വളരെ വിരൂപനായ സഹാബിയാണ്. കറുത്ത സഹാബി, തോല് കറുത്തു എന്നതുകൊണ്ടല്ല വിരൂപം, മറിച്ച് അവരുടെ ഈ കണ്ണിന്റെ ഭാഗത്ത് വലിയൊരു മുഴയുണ്ട്. എന്നിട്ട് ആ കണ്ണ് മൊത്തം മറക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടാൽ തന്നെ പേടിയോ. ആ സഹാബിയെ കണ്ടാൽ പേടിയോ. പരിഹസിക്കാൻ ആൾക്കാരുണ്ട്, ചിരിക്കാൻ ആൾക്കാരുണ്ട്, ഓരെ കണ്ടാൽ തന്നെ പേടിയോ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹാബിയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് കല്യാണം കഴിക്കണ്ടേ? തങ്ങള് എന്താ പറയണത്? എന്നെ ആര് കെട്ടാൻ? എന്റെ രൂപം ഇങ്ങനെ ആയിട്ടില്ല. മുത്തുനബി തങ്ങൾ എപ്പോഴും പാവപ്പെട്ടവരോടൊപ്പാണ്. അതുകൊണ്ടാണല്ലോ ഖദീജ ബീവി 4 വട്ടം ജീവിതത്തിൽ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ലാ യുസ്സീഖുല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും തങ്ങളെ കൈവിടൂല, ഇന്നക തഹ്മിലുൽ കല്ല, തങ്ങൾ സാന്ത്വന പ്രവർത്തനത്തിന്റെ ലീഡർ അല്ലേ എന്നാണ് തങ്ങളെ കുറിച്ച് പറയുന്നത്. തങ്ങൾക്ക് ഈ പാവപ്പെട്ടവരെ കണ്ടാൽ പിന്നെ ഒരു രക്ഷയില്ല. നമ്മളെ അമറുലുലമ ഉസ്താദും മഹാനായ കൻസുലുലമ ചിന്താരി ഉസ്താദൊക്കെ പാവപ്പെട്ടവരെ പറ്റി പറഞ്ഞിങ്ങനെ കരിയും. ഞാനൊക്കെ അവര് രണ്ടിടത്തുനിന്നും പഠിച്ചുള്ള ഒരു അനുഭവം കൊണ്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, വേറെ എടുത്തോ ഒരു പാവത്തിന്റെ കല്യാണത്തിന് തന്നെ ചിന്താരി ഉസ്താദ് ബുഖാരിക്ക് കരയുന്നത്. അത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ജുലൈബീബ് റളിയല്ലാഹു ഈ വർത്താനം നിബിതങ്ങൾക്ക് വല്ലാത്ത വിഷമായി പോയി. പാവം, സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ട് കെട്ടണം എന്ന് ബോധ്യമുള്ള ഒരു വർത്താനാണത്. പക്ഷെ ആര് കെട്ടിച്ചേരും എന്നുള്ള ഒരു ഡിസ്പാഡ് ആൻഡ് ബ്ലൂമിന്റെ ഒരു വർത്താനം. എന്ത് ചെയ്യും? അൻസ്വാരിങ്ങൾക്ക് പൊതുവെ ഒരു ശൈലിയുണ്ട്. അവരുടെ മക്കളെ കെട്ടിക്കുമ്പോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് അഭിപ്രായപ്പെട്ടു. ഒരു അൻസ്വാരിയെ വിളിച്ചിട്ട് ചോദിച്ച്, നിനക്കൊരു മോളില്ല? ആണ്ടല്ലോ. കെട്ടിക്കണില്ല? ആണ്ട്. ആ, എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചേരണം. തങ്ങളെ സന്തോഷമാണ്, എനിക്കൊരു പ്രശ്നമില്ല, തങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. അത് അങ്ങനെയൊക്കെ ഒരു പറയേണ്ട ആവശ്യം. എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. ആരാ തങ്ങളെ? ജുലൈബീബ് റളിയല്ലാഹു അൻഹുവിനാണ്. ഒരു ചെറിയ സൗന്ദര്യം ഇല്ല എന്നുള്ളതല്ല മെയിൻ പ്രശ്നം. കണ്ടാൽ തന്നെ ഒരു മനസ്സിനൊരു സുഖക്കേട് തോന്നുന്ന ഒരു രൂപം കൂടിയാണ് ആ സ്വഹാബിയുടെ. എന്ത് ചെയ്യും? ഈ സ്വഹാബി കുറച്ച് ട്യൂണ് താഴ്ത്തിയിട്ട് പറഞ്ഞു, ഭാര്യയോടും ഉഷാവർ ചെയ്യാതെ, അഥവാ മോളെ ഉമ്മാനോടൊന്നും ഉഷാവർ ചെയ്യണ്ടേ? ആ ചെയ്തോളി. അങ്ങനെ പോയി ഭാര്യയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മോക്ക് വേണ്ടിട്ട് അന്വേഷണം നടത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, മർഹബൻ മർഹബൻ, വെൽക്കം. തങ്ങൾക്കല്ല, പിന്നെ ആയിരിക്കാം? ജുലൈബീബ് എന്നവർക്കാണ്. അവ ജുലൈബീബ് നാട്ടിലെങ്ങ അറിയുന്ന ആളാ. ഈ ഉമ്മ പറഞ്ഞു, ജുലൈബീബിനെ കെട്ടിക്കാൻ എന്റെ മോളെ കിട്ടൂല. എന്താ പറയുന്നത്? ഒരു ചെറിയ തുമ്പ് യോജിക്കണ്ടേ? ഇത് പറഞ്ഞ് ഭാര്യ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഭർത്താവിനെ അങ്ങനെ പറയലല്ലേ രക്ഷയുള്ളൂ. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്തിന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യക്ക് ഇഷ്ടമല്ല എന്ന് തൽക്കാലം പറയാൻ വേണ്ടി. അപ്പൊ ഉള്ളിൽ നിന്ന് മോള് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. മോള് വെച്ച്, എവിടെ പോന്ന് പാപ്പ? തങ്ങളോട്. എന്തിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത്? ആർക്കിഷ്ടമല്ല? എനിക്ക് ദുനിയാവില് ഒരു ഭർത്താവ് വേണമെന്നുണ്ടെങ്കിൽ, കല്യാണം വേണമെന്നുണ്ടെങ്കിൽ, എന്റെ മുത്തുനബി നിശ്ചയിച്ച ജുലൈബീബ് തങ്ങളല്ലാതെ എനിക്ക് വേണ്ട. അതുറത്തു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണോ നെഗറ്റീവ് മറുപടി ആയിട്ട് പോണത്? നിങ്ങളെ മോൾ അങ്ങനെ ഒന്നും കെട്ടൂല എന്നാ പറഞ്ഞാൽ. ആരെതിൽ നിന്നാലും എന്റെ മുത്തുനബി തങ്ങളെയാണ് എനിക്ക് തൃപ്തിപ്പെടുത്തേണ്ടത്. കണ്ടോ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖള അല്ലാഹു വറസൂലുഹു അംറാ. ഈ ആയത്ത് അങ്ങോട്ട് ഓതി കൊടുക്കാണോ സ്ത്രീ? എന്നിട്ട് കല്യാണം കഴിച്ച് പിറ്റേ ദിവസം തന്നെ ഈ സ്വഹാബി യുദ്ധത്തിൽ ഷഹീദായ ചരിത്രമുണ്ട്. ചരിത്രം വളരെ നീണ്ടാണ്. ഞാനിത് ഈ പോയിന്റ് ബേസ്ഡ് ആയിട്ട് പറഞ്ഞു. നമുക്ക് ഏറ്റവും പ്രധാനം മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാരെ വെറുപ്പിക്കേണ്ടി വന്നാലും റസൂലുള്ളയാണ് നമ്മുടെ എല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ രണ്ടാമത്തെ മഹബത്തിന്റെ അടയാളമായിട്ട് മനസ്സിലാക്കിയത്.